my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to yet another vlog. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് 14th of November ആണ്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ കുട്ടികളെ. അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് കാര്യം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഹെയർ കേൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ എവിടെയോ കാര്യമായിട്ട് എനിക്ക് പോകാനുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. കിരൺ ജിമ്മിൽ പോയേക്കാണ്. കിരൺ ഇന്ന് നാളെയും ഹോളിഡേ ആണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടി നിന്ന് സ്കൂളിൽ വിടണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പക്ഷെ അതല്ലാണ്ട് എനിക്കിന്ന് വളരെ സ്പെഷ്യലായിട്ടൊരു ദിവസമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. എനിക്കും ഒരു സ്ഥലത്ത് പോകാനുണ്ട്. എവിടെയെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയും പനീർ കറിയാണ്. പനീർ കറി ഞാൻ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. ബിക്കോസ് എനിക്ക് രാവിലെ ഒരു 8:45 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് അതുകൊണ്ട് നോ ജിം ഡേ ആണ്. അപ്പോൾ 8:45 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ എണീറ്റ് ഞാൻ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത ശേഷം റെഡി ആയതിനു ശേഷം ഞാൻ പറയുന്നതായിരിക്കും നമ്മൾ എവിടെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, എക്സൈറ്റിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചപ്പാത്തി മാവ് ഞാൻ ഇന്നലെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ചപ്പാത്തി ഇപ്പോൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 6:30 കഴിഞ്ഞു. ഇതെല്ലാം സെറ്റാക്കി പരത്തിയത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉണ്ണിക്കുട്ടി കൊടുക്കാനുണ്ട്, കഴിക്കാനുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരത്തി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വേണം കുളിച്ച് റെഡിയാവാൻ വേണ്ടി കൊച്ചിന് സ്കൂളൊക്കെ വിടാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പെണ്ണ് നിറക്കട്ടെ. ഹായ് മമ്മി, ഗുഡ് മോർണിംഗ്. അമ്മ എണീറ്റ് വന്ന് ഞാൻ ചപ്പാത്തി പരത്തുന്ന സമയത്ത്. അപ്പൊ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പിടി കണ്ടു പിടിക്കും അല്ലേ മാ? ചപ്പാത്തി ഒരാൾ പരത്തുന്നു, ഒരാളെ ചുടുന്നു, മറ്റൊരാൾ തിന്നുന്നു അല്ലേ മാ? അതെ, ഇവിടെ ഈ പരിപാടിയിലാണ് അമ്മ. ഞാൻ ഇന്നലെ രാത്രി തന്നെ നല്ല പനീർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യമ്മി പനീർ. ഉണ്ണിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിക്കുട്ടിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയാമോ? പറഞ്ഞു ചെയ്യിപ്പിക്കണം ഇവിടെ. ഉണ്ണിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ ഇന്നലെ 2 ദിവസം തുടങ്ങിയിട്ട് പനീർ വാങ്ങുമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ആക്കിയതാണ്. അപ്പം അമ്മ, ഞാൻ ബാക്കി ചപ്പാത്തിയും കൂടി പരത്തി അമ്മ അത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ചൻ ഇവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. പാപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്ലേ കണ്ണപ്പാ? കുഞ്ഞിക്ക് കണ്ണപ്പാ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് അല്ലേ? അവർക്ക് അവിടെ ഭയങ്കര സ്പോർട്സ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഫുട്ബോൾ ക്ലാസ്സും ഒക്കെ ഇട്ട് ഭയങ്കര ടയേർഡാ. എടാ വേഗം കഴിക്കുക, വെച്ചോണ്ടിരിക്കുന്ന സമയത്തേ. അപ്പോൾ ഞാനിപ്പോൾ അവന് ലഞ്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അവരുടെ മസാല പഫ്സ്, സ്ലോപ്പ് ഫാമിൻ്റെ പഫ്സാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ചപ്പാത്തിയും പനീർ കറിയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് ഇനി ഇവൻ്റെ ലഞ്ച് പരിപാടി കഴിഞ്ഞു. ചേച്ചി അതിൻ്റെ ഇടയിൽ എണീറ്റ് വരാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കഴിയേണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടു, ഞാൻ ഇന്നലെ പോയിട്ട് ഇന്ന് വലിയ പരിപാടിക്ക് പോകണമല്ലേ, കുറച്ച് സുന്ദരിയായിട്ടിരിക്കട്ടെ, കുറച്ച് വൃത്തിയായിട്ട് ഗ്രൂംഡായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ പോയി ത്രെഡ് ചെയ്തിട്ട് ആ പെണ്ണും എൻ്റെ ഐബ്രോസ് പകുതിയാക്കി കളഞ്ഞു. എനിക്ക് അങ്ങോട്ട് കണ്ണാടി കണ്ടിട്ട് സങ്കടം വന്നു. അപ്പോൾ ആദ്യം ഇതാ ചെയ്തേട്ടോ. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ബിക്കോസ് ഇത് കട്ടിയുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ഇത് എന്തോരം ചെയ്യുന്നത്. പക്ഷെ ഇതിനേക്കാളും ചെറുതാക്കി കളഞ്ഞത്. എൻ്റെ ഐബ്രോസ് ശരിക്കും ഹാഫ് ഉണ്ട്. എൻ്റെ ഇവിടെയാണ് എൻ്റെ ഐബ്രോസ് ഒക്കെ ഉണ്ടായിരുന്നത്. പകുതി ആ പെണ്ണ് ജയന്ത് സാധനം അത് പകുതി നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാൻ, കുറച്ച് കളഞ്ഞെന്ന് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വെച്ചുണ്ടാക്കാറില്ല ആരുടെ പോയിട്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ വളരണ സാധനമല്ലേ എന്ന് ചോദിച്ചാൽ സമാധാനിച്ചു. ഇന്നലെ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഞാൻ ലൈക്ക് ബ്രോ ജെല്ലി വെച്ചിട്ട് ഇവിടെ നിന്ന് വരച്ചപ്പോഴാണ് എൻ്റെ മര്യാദയ്ക്കുള്ള മുഖത്തിലേക്ക് വന്നത്. എനിക്ക് കണ്ടിട്ട് സങ്കടം. പണ്ട് കോളേജിൽ +2 പഠിക്കുന്ന പോലത്തെ ഫെഡിഗോ ആക്കി കളഞ്ഞ ദിവസത്ത് അടുത്തല്ല കുറേ വർഷങ്ങളായില്ലേ മമ്മ റെഡിയാണ്. ഇങ്ങനെ ഒരു 10-15 വർഷത്തിൽ ആരും ഇങ്ങനെ എൻ്റെ ഐബ്രോസ് ആക്കിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് മോശമാക്കി കളഞ്ഞ്. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലഞ്ചിന് അവൻ്റെ ലഞ്ച് ബാഗിലേക്ക് പാക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. യെസ്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബാഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവനെ പറഞ്ഞ് അയച്ചിട്ട് വേണം എനിക്ക് മേലെ എഴുതാനും കുളിക്കാനും അങ്ങനത്തെ പരിപാടികൾക്ക് കേട്ടോ പഠിച്ച്. യെസ്, പിന്നെ ഞാൻ ഈ സാധനം യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത് നമ്മളുടെ വ്ളോഗിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്റ്റാൻലെസ് മാഗ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ഇത് നിറച്ച് വെള്ളം കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെള്ളം കുടിവെള്ളത്തിനും കോഫിക്കുള്ളതൊന്നുമല്ല, ഇത് എന്തായാലും കുടിവെള്ളത്തിനുള്ള സാധ്യത. നമുക്ക് എന്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനങ്ങൾ അടിയിലത്തത് നമുക്ക് കാറിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാറിൽ ഇറക്കി വെക്കാനുള്ള സാധനങ്ങൾ മനസ്സിലായത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും കാറിൽ ഇരുന്നോണ്ട് നമുക്ക് കൊണ്ട് നടക്കാം. ഇതിന്റെ ലോക്കുണ്ട്, അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. സ്റ്റാൻലി എന്നൊരാൾ കണ്ടുപിടിച്ചതായത് കൊണ്ടാണ് ഇന്നെ സ്റ്റാൻലി സ്മാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ട, ഇപ്പൊ നമ്മൾ ഈ കൊറിയൻസിന്റെ കയ്യിലും പുറത്തുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ, അവർ ഇങ്ങനെ പിടിച്ചിങ്ങനെ വ്ളോഗ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്, ആ സാധനമാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാരിങ്ങനെ ഹായ് എവരിബഡി. ദൈവം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കാം. അപ്പൊ അതിനാണ് ഈ സാധനം. അപ്പൊ ഞാൻ ഇന്നലെ മുതൽ ഇത് യൂസ് ചെയ്ത് കൊടുത്തെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് അതിന്റെ അടപ്പിന്. ഇത് ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് വാങ്ങണോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. വാങ്ങാന്ന് എനിക്ക് വിചാരിച്ച് ഭയങ്കര വിലയാണല്ലോ, പക്ഷേ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പേര് എഴുതി കിട്ടും അതിൻ്റെ അത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടല്ലോ ഇതൊക്കെ തരാൻ, ചക്കര ആയതുകൊണ്ട് നമുക്ക് അതൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. അപ്പോൾ അതാണ് സംഭവം. ഉണ്ണിക്കുട്ടി വിട്ടിട്ടാണ് എനിക്ക് കുളിക്കാനൊക്കെ കയറാൻ. ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം, റെഡി ആവണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുത്ത് വെക്കാം. ഞാൻ കൊണ്ടാക്കാത്തതിനാണ് വഴക്കിട്ട് വരുന്നത്. ബൈ ബേബി. കണ്ട ഞാൻ ഇതും ഒക്കെ ഇട്ടിട്ട് എങ്ങനെ പോകുമെന്ന് വെച്ചിട്ട് തന്നെ പോകാൻ പറഞ്ഞായിരുന്നു. ദേഷ്യം പിടിച്ചിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഞമ്മളങ്ങനെ പൊക്കം വിടും, അങ്ങനെ ഗേറ്റിന് അവിടെ പോയി നിന്നാൽ മതി. അവൻ്റെ സ്കൂളിലുള്ള ബാക്കി പിള്ളേരും സെറ്റപ്പൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിന് ഞാനിവിടെ നിന്ന് ഉടുപ്പും മാറി മുടി എനിക്ക് മുടിയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് അഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞത് അത്ര തീരെ അങ്ങോട്ട് ചേട്ടനെ പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ അതുകൊണ്ട് കലി പിടിച്ച് പോയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒരു 7:45 ഞാൻ പടപടെ ഒന്ന് കുളിച്ചിട്ട് റെഡിയാവും. ഫുഡ് കഴിക്കണം. 8:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ബിക്കോസ് ആക്ച്വലി നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം വന്നിട്ട് ഇവിടെ അടുത്താണ്. നമ്മൾ പണ്ട് താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ പറയാം കേട്ടോ, വണ്ടി കയറിയിട്ട് പറയാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ആക്ച്വലി ഭയങ്കര അടുത്താണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കാണ് ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലത്ത്. നമ്മളുടെ കമൻസിൻ്റെ അകത്ത് ആരൊക്കെയൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തല്ലേ. റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം, ഒന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ്. നമ്മള് ഇപ്പൊ കണ്ട ഇവിടെ കണ്ട ഒരു ഗ്രീൻ സ്ഥലം, ആ സ്ഥലത്തിന്റെ അത് ഈ റെയിൽവേ സ്റ്റേഷന്റെ അങ്ങോട്ടുള്ള എന്താ പറയാ അതിന്റെ ഒരു ബ്രിഡ്ജാണ്. ഓവന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്ന ടൈപ്പ് ബ്രിഡ്ജാണ്. ഇവിടെയൊക്കെ ഇപ്പൊ മരം ഭയങ്കരമായിട്ട് വളർന്നേക്കൊണ്ട് നമുക്ക് ട്രാക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ നമുക്ക് ട്രാക്ക് കാണാം, മനസ്സിലായ? ഇപ്പൊ ട്രെയിൻ പോണു, കണ്ടോ നിങ്ങൾ കണ്ടോ പോകുന്നത് കണ്ടോ? ഇപ്പത്തെത്തും ഈ ഭാഗത്തായിട്ട് എത്തും, നോക്കിക്കോ. ദേ കണ്ട ട്രെയിൻ കണ്ടോ? ഇറ്റ്സ് ആക്ച്വലി വെരി ക്ലോസ്. 2 minutes നടക്കാനുള്ളൂ നമ്മളുടെ ഇവിടെ നിന്ന്. 2 minutes നടക്കാനുള്ളെങ്കിലും നമുക്ക് അങ്ങനെ ഉപകാരമുള്ളൊരു സ്റ്റേഷനല്ല ഇത്. ബിക്കോസ് ഇതിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഇവിടെ നിർത്തത്തില്ല. ഇത് ലോക്കൽ ട്രെയിനിന്റെ സ്റ്റോപ്പാണ്. ഹൂഡി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ലോക്കൽ ട്രെയിനിന്റെ സ്റ്റോപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉപകാരമൊന്നുമില്ല. നമുക്കൊക്കെ ട്രെയിൻ കയറണമെങ്കിൽ വീണ്ടും കേരപുരം എന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ അവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം, വലുതാക്കിയിട്ട് ഇത് മെയിൻ സ്റ്റേഷൻ പോലെ ആക്കാൻ വേണ്ടി പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗുണം ഉണ്ടാവും എന്നല്ലാണ്ട് ഇപ്പൊ നമുക്കിങ്ങനെ വലിയ ഇതൊന്നുമില്ല. നമ്മൾ പോകണമെങ്കിൽ നമ്മളപ്പുറത്ത് തന്നെ പോകണം. പക്ഷെ നമ്മൾ ലോക്കൽ ട്രെയിനിൽ എവിടെയെങ്കിലും നമുക്ക് ചിക്പേട്ടിലോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോ അങ്ങനെ സ്ഥലത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് കയറിയാൽ മതി. അപ്പോൾ ഞാനങ്ങനെ ഉണ്ണിക്കുട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ പോയി കുളിച്ചു, മേലൊഴുകി. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ഏട്ടൻ അവിടെ നിന്ന് ജിമ്മിൽ നിന്നിട്ടുണ്ട്. ഏട്ടൻ സാമി ഗുഡ് മോർണിംഗ്. ഏട്ടൻ സാമി ശരി. ഞങ്ങളൊരു അകലായിട്ടേ ഇരിക്കുകയുള്ളൂ, അടുത്ത് പോലും ഇരിക്കാറില്ല. ഏട്ടൻ സാമി അവിടെ ജിമ്മിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഏട്ടനെ ഞാൻ കൊണ്ടാക്കണേ. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് റെഡിയാവാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോയി ഡ്രസ്സപ്പ് ചെയ്യാം. ബിക്കോസ് ഇനി നമുക്ക് സമയമില്ല. 8:15 ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ പടയെന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് ഓട്ടം കൊടുക്കാനുള്ളതാണ്. ഓക്കെ, നമ്മൾ വേഗം റെഡിയായി. അതിൻ്റെ ഇടയിൽ മഴ പെയ്ത്, അതിൻ്റെ അവിടുത്തെ ട്രാഫിക്കായി. മഴ മാറിയത് കൊണ്ട് നമ്മളിപ്പോൾ വൈകിട്ടാണ് പോകണത്, അല്ലെങ്കിൽ എത്തത്തില്ല. കറക്റ്റ് 8:45 നമ്മളോട് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും സ്റ്റക്ക് ആവും കാർ എടുത്താൽ. അതുകൊണ്ട് ദിസ് മാൻ ഇസ് ഡ്രോപ്പിംഗ് മീ. അല്ലേ, നല്ല എനിക്ക് സങ്കടം വന്നു. ഇത്ര അടിപൊളിയായിട്ട് കുഴിഞ്ഞിട്ട് ബൈക്കിന് അടിച്ചിരിക്കുന്നു. നമുക്ക് ബൈക്ക് എന്തെങ്കിലും അവിടെ എത്തിയാൽ മതിയായിരുന്നു കറക്റ്റ് സമയം. ഹലോ, നമ്മളിപ്പോ ഗൂഗിൾ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിന്റെ ഒരു ഇവന്റ് ഉണ്ട്. ഇവന്റ് അല്ല, ഒരു പാനൽ ഡിസ്കഷൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ 2 ക്രിയേറ്റേഴ്സ് മാത്രമേ നോമിനേഷൻ കിട്ടിയിട്ടുള്ളൂ. ഒന്ന് എനിക്കാം ആൻഡ് ഓൾസോ ഒന്ന് ഇവിടുത്തെ ഒരു കന്നഡ ക്രിയേറ്ററിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സെഷൻ ഉണ്ട്. ഒന്ന് വന്നിട്ട് 5 മാനേജിങ് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ 5 മെയിൻ മാനേജിങ് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. അവരായിട്ടുള്ള പാനൽ ഡിസ്കഷനാണ് രാവിലെ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം യൂട്യൂബിൻ്റെ മാർക്കറ്റിംഗ് ടീമുണ്ട്. അവരായിട്ടുള്ള ഡിസ്കഷനാണ് നെക്സ്റ്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാർട്ട്ണർ മാനേജർ എന്നെയാണ്
എന്താ നോമിനേറ്റ് ചെയ്തത്. ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഞാൻ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ എനിക്ക് 2 ആഴ്ച മുന്നേ ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡൽഹി ഇവൻറ്റിന് തലേ ദിവസമായിരുന്നു ആക്ച്വലി ഇപ്പോൾ പരിപാടി നടക്കേണ്ടതായിരുന്നത്. പക്ഷേ ചെറിയ സാങ്കേതിക കാരണങ്ങൾ കൊണ്ടത് ഈ ആഴ്ചത്തേക്ക് മാറ്റി, അതായത് 14th മാറ്റി. അപ്പോൾ അതിനാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അതിന് ക്യോട്ടോ വെസ്റ്റ് എന്നൊരു ഓഫീസുണ്ട് ഗൂഗിളിൻ്റെ. അവിടെയാണ് നമ്മൾ ഇവൻറ്റ് ശരിക്കും. നമ്മൾ അന്ന് ഗൂഗിളിൻ്റെ ക്രിയേറ്റർ ഇവൻറ്റിന് വേണ്ടി പോയ ആ ഓഫീസല്ല, ഇത് വേറെയാണ്. അവിടെയല്ല, ഇതുകൊണ്ട് കുറച്ചും കൂടി വലിയ ഓഫീസാണ്. നമ്മൾ ഗൂഗിൾ ഓഫീസിലാണ് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സത്യം എനിക്ക് നല്ല പേടിയുണ്ട്. ബിക്കോസ് ഇത് ഈ മീറ്റപ്പും ഇവൻറ്റും അല്ല, ഇതൊരു പാനൽ ഡിസ്കഷനും ഇൻ്ററാക്റ്റീവ് സെഷനും ആണ്. അതാണ് എൻ്റെ പേടി. നമുക്ക് കയറാം. നമ്മളിപ്പോൾ ഗൂഗിൾ ഓഫീസിൻ്റെ അകത്തോട്ട് കയറി. ഇറ്റ്സ് എ ഹ്യൂജ് ഓഫീസ്. ഐ എം സോ എക്സൈറ്റഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, വലിയത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ മാർക്കറ്റിംഗ്, ഞാൻ പറഞ്ഞില്ലേ മോണിറ്റൈസേഷൻ്റെ മാർക്കറ്റിങ്ങിൻ്റെയും ടീമും ആൾക്കാരും ഇവിടുത്തെ ഗൂഗിൾ ഓഫീസിലുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ വരുന്ന മെയിൻ ആൾക്കാരൊക്കെ ഇന്ന് ഇവിടെ വരുന്നുണ്ട്. അയ്യോ, ഐ എം എക്സൈറ്റഡ് ആൻഡ് ഓൾസോ നെർവസ് അറ്റ് ദ സെയിം ടൈം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാൻട്രിയിലാണ് വന്നേക്കുന്നത്. പാൻട്രിയല്ല, നമ്മൾ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്കതിനൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ബട്ട് ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഞാൻ ഇങ്ങനെ വരും. I feel so happy. സത്യം പറഞ്ഞു. Oh my God. കുറേ ആൾക്കാരുടെ കൂടെ വരുമ്പോഴും നമുക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടി വരുന്നതും തമ്മിലൊരു പ്രത്യേക വ്യത്യാസമുണ്ട്. സോ വി ആർ ട്രീറ്റഡ് ലൈക്ക് ഭയങ്കര മെയിൻ ആൾക്കാരെ പോലെ. സോ ഗ്രേറ്റ്ഫുൾ. ഭയങ്കര സന്തോഷം വന്നിട്ട് തയ്ക്കാൻ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാവേ. ഇവിടെ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സി സോ പ്രിറ്റി. എല്ലായിടത്തും നമുക്ക് ക്യാമറ അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ എല്ലാം ചെയ്തെടുത്ത് മാത്രം ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങോട്ട് പോവാം. Say hi to my vlog. Hi. Hello, we're on YouTube now. Yeah, you're on my vlog now. How did we let that happen, Brian? Can you just give me a small introduction about yourself? We'll Hey, start. I'm Brian, UX design lead for Studio. Yay. And Mathilde, engineering for studio. Yay. Yeah, Shruti, engineering for creator support. Yeah, super. ഇനിയും കേട്ടോ, ഇനി അങ്ങോട്ട് നമ്മുടെ സ്റ്റാഫ് ഉണ്ടോ, പക്ഷേ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന കർമ്മത്തിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സിമ്പിൾ സംഭവങ്ങളൊക്കെ കഴിച്ചത്. പക്ഷേ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചു തരാം. പിന്നെ ഡീടോക്സ് വാട്ടർ ഉണ്ടായിരുന്നു. പിന്നെ പലതരം ടീ ബാഗ്സ് അവൈലബിൾ ആയിരുന്നു. ഒത്തിരി ഫ്ലേവേഴ്സ് ഓഫ് ടീ ബാഗ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഷുഗർ ഹെൽത്തി ഓപ്ഷൻസും നമ്മുടെ സാധാരണ ഷുഗർ ജാഗറി അങ്ങനെ പറയുന്ന പല സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോഫി, ഫിൽറ്റർ കോഫി ആൻഡ് ഓൾസോ സാധാരണ കോഫിയും ടീയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ധോക്ല ഉണ്ടായിരുന്നു. ധോക്ല കഴിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്ക് അങ്ങനെ കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും വന്നില്ല. പിന്നെ പിന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് നമ്മളുടെ ക്രോസോൺ, ചോക്ലേറ്റ് ചിപ്പ് ക്രോസോൺ ഉണ്ടായിരുന്നു. പിന്നെ മഫിൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ബ്ലൂബെറി യോഗേർട്ട് അങ്ങനത്തെ സാധനങ്ങളില്ലേ. പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് രസിച്ചു. നല്ല രസമുണ്ട്. ഇത് എലീറ്റ് മീൻസ് ഒരു ഫുഡ് കൗണ്ടറാണ്. ബിക്കോസ് നമ്മളുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്താ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എടുക്കണം. എനിക്ക് ഒന്നും വേണ്ടെന്നുണ്ടെന്ന്, പക്ഷേ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഞാനൊരു ക്രോസോൺ ആൻഡ് ഓൾസോ ഒരു ബ്ലൂബെറി മഫിൻ എടുത്തു. പക്ഷേ എനിക്കത് ഫുള്ള് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. സോ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി എടുത്തു. പക്ഷേ അത് കഴിക്കാൻ വേണ്ടി ഫുൾ കഴിക്കാനും പറ്റില്ല. പിന്നെ ഞാനൊരു കോഫിയും കൂടി കുടിച്ചു. എന്നിട്ട് നമ്മൾ അവിടുത്തെ പരിപാടികൾ അവസാനിപ്പിച്ചു. ഹായ്, ഇവിടെ എൻ്റെ കൂടെ ഇൻവിറ്റേഷൻ കിട്ടിയ വേറൊരു ക്രിയേറ്റർ ആണ്. நீங்க மலையாளியா? ஆமா. ஓ சூப்பர். Leaky Goswami from Bengaluru. Yeah. And he knows 7 Indian languages. I was asking like ഏത് ലാംഗ്വേജിലാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, and he said like I know 7 Indian languages. Which all others like? Malayali is not in that, but Yeah. still I understand. எனக்கு நல்லாவே புரியும் மலையாளி. Right? Malayalam. Yeah. புரியும். Yeah. Because it's same like Malayali people க்கு தமிழ் புரியும் and Tamil mix to Malayali mix. Yes. So I know Tamil, Hindi, Gujarati, Rajasthani, Kannada, Telugu. Oh my God. और एक कौन सी है मैं कुछ भूल गया. English. He is like a motor vlogging and right now I have 9.5 million subscribers on my channel. God, I'm just a baby in front of you. His content is like
Amazing. Everybody was discussing, no? So my about your- content is like something good for our society while traveling on bike. So I feed stray dogs, cows That's nice. while traveling, and always I carry extra fuel if someone ran out of fuel, so I give them free fuel. Social causes Ji. also. Yeah, that's So amazing. biking was something different. Because when I say I'm a biker, so people think maybe stunt, maybe speeding, or maybe traveling. Something, nothing I like that. wanted to change that perspective. That's so So amazing. yeah, I did something different and good for our society. Yeah, That's it. that's amazing actually. So നമുക്ക് രണ്ടുപേർക്കാണ് ഇവിടെ ക്രിയേറ്റേഴ്സ് വി ആർ ഓൺലി ടു നോ We are only two, yeah. ഓൺലി ടു അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ് ആ ഒരു പ്രിവിലേജ് വി ഗോട്ട് Also, I have huge base from Kerala. Yeah. So, the Malayali family. അപ്പൊ നമുക്കിപ്പോ നമ്മൾ യു ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ് റൈറ്റ് Yeah, I had. യാ ഈവൻ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇനി നമുക്ക് പരിപാടി തുടങ്ങാൻ സമയമായി സോ വിൽ ഗോ അവിടെ നമ്മൾ നേരെ മീറ്റിംഗ് ഹാളിലേക്കാണ് പോയത്. ഇതെല്ലാം യൂട്യൂബ് സപ്പോർട്ട് ടീമിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാസ് എക്സൈറ്റഡ് ബിക്കോസ് ഐ വാസ് വ്ളോഗിങ്. Sure. Hi, say hi to my vlog, everybody. ഞാനും ലേക്കിയും അല്ലാണ്ട് ബാക്കി 7 ക്രിയേറ്റേഴ്സും കൂടി വെർച്വലി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അവരും നമ്മളുമായിട്ടുള്ളൊരു പിന്നെ ടീമായിട്ടും സപ്പോർട്ടായിട്ടും ഉള്ളൊരു ഇൻട്രാക്റ്റീവ് സെഷനായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല ബിക്കോസ് ഇതൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. യെസ്, നമ്മളുടെ മോർണിംഗത്തെ സെഷൻ കഴിഞ്ഞു. 10 to 12 ആയിരുന്നു സെഷൻ. ആൻഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളുടെ ലൈക്ക് ഇന്ത്യയിലുള്ള വേറെ 7 ക്രിയേറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെർച്വലി. ആൻഡ് 2 പേരാണ് നമ്മളിവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനും ലേക്കിയും. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ മോണിറ്റൈസേഷനെ പറ്റിയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, സപ്പോർട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനത്തെ കുറേ ഭയങ്കര നമ്മൾ ക്രിയേറ്റേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ആയിരുന്നു. ഇത് ഇവൻ്റ് അല്ലായിരുന്നു, ഇതൊരു പാനൽ ഡിസ്കഷൻ പോലെ അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. അമേസിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ ഇവർക്കും നമുക്കും ഉപയോഗമുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ടേക്ക്, നമ്മളുടെ എക്സ്പീരിയൻസ്, ഇവരുടെ യൂട്യൂബിന് സപ്പോർട്ട്, യൂട്യൂബിന് മോണിറ്റൈസേഷൻ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് അപ്പോഴത്തേക്കും വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റാത്തത്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം 1:30 to 3:30 ഐ ഗെസ് വേറെ സെഷൻ ഉണ്ട്. അത് യൂട്യൂബിൻ്റെ ഇതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടീമാണ് വരുന്നത്. അവരുമായിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. അപ്പോൾ അതിനെത്ര ക്രിയേറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന അറിയത്തില്ല കേട്ടോ. എനിക്കോട് മുന്നത്തേന് നമുക്ക് 7 ക്രിയേറ്റേഴ്സ് ഇതിലും ഓൺലൈനിലും 2 ക്രിയേറ്റേഴ്സ് ഇവിടെ. അപ്പോൾ ഇനി ഞാൻ നോക്കിയിട്ട് പറയാം, എനിക്കറിയത്തില്ല. ഇതുപോലെ ഇവർ തന്നെയാണ് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. സോ നമുക്ക് ഗൂഗിളിൽ നിന്ന് യമ്മി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഞാനിവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇവിടുത്തെ നമ്മളുടെ സപ്പോർട്ട് ടീമും എന്താ പറയുക, മാർക്കറ്റിംഗ് ടീമും മോണിറ്റൈസേഷൻ ടീമും എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെപ്പറ്റി ഫ്യൂച്ചർ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം എന്നുള്ള ഡിസ്കഷനും അവർ നമ്മൾ ക്രിയേറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സജഷൻസ് ഇടാൻ വേണ്ടി ഉണ്ടാവുമോ, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പേഴ്സണൽ ടോക്സ് ഉണ്ട്. പേഴ്സണൽ ടോക്സ് എല്ലാം നമ്മൾ 1-to-1 ഡിസ്കഷൻസ് ആയിരുന്നു. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യേണ്ട, അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ സജഷൻസ് നമുക്ക് കൊടുക്കാം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലഞ്ച് ടൈമായി. സോ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് കിടക്കാം. ലഞ്ചിനായിട്ട് നമുക്കിവിടെ സാലഡ്സ് ഉണ്ട് കേട്ടോ. കച്ചമ്പർ സാലഡ്, എഗ് മയനേസ് സാലഡ് ഉണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കാം. ഓക്കെ, അതിനുശേഷം ഹരാബറ കബാബ് ഉണ്ട്. ഇതേണ്ട കബാബ് കണ്ടോ? യെസ്, പച്ച കളറിൽ കബാബ്. ആൻഡ് ഓൾസോ പിക്കിൾസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, മീൻ ചട്നി. പിന്നെ സ്റ്റീംഡ് റൈസ് ഉണ്ട്. വൈറ്റ് റൈസ് ആണല്ലോ, നമ്മുടെ നാട്ടിലല്ലേ റെഡ് റൈസ് ഉണ്ട്, ബാക്കി എല്ലാവർക്കും വൈറ്റ് റൈസ് അല്ലേ. അപ്പോൾ വൈറ്റ് റൈസ് ഉണ്ട്. പിന്നെ ഇത് ദാൽ പാലക്കാണ്. പിന്നെ ഇത് ആലു കി സബ്സി, അപ്പോൾ പൊട്ടറ്റോ കറിയാണ്, പൊട്ടറ്റോ ഗ്രേവി പോലത്തെ സാധനം. പിന്നെ പറാട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പപ്പടം. ഓക്കെ, അതുണ്ട്. പിന്നെ ഇത് വന്നിട്ട് സിഷ്വാൻ പെപ്പർ ചില്ലി ചിക്കൻ ആണ് കേട്ടോ ഈ സാധനം. പിന്നെ അത് വന്നിട്ട് പാലക്കാടൻ ചിക്കൻ കറിയാണ്. പാലക്കാടൻ ചിക്കൻ കറിയുടെ സന്തോഷത്തിലാണ് ഞാൻ. ഓക്കെ, അതിനുശേഷം ഡെസേർട്ട് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബലൂസ് ഷാഹി എന്നൊക്കെ സാധനമുള്ളത്, എനിക്കറിയില്ല എൻ്റെ പേരൊന്നും, കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ വന്നിട്ട് ചോക്ലേറ്റ് പേസ്ട്രിയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കാം. അങ്ങനെ കുറച്ച് സാലഡ്സും പിന്നെ പൊറാട്ട പിന്നെ അങ്ങനെ കറി ഒക്കെ കഴിച്ചതിന് ശേഷം എടുത്ത് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാർ കഴിച്ചു തുടങ്ങി. ഞാൻ ഈ വ്ളോഗ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ലാസ്റ്റാണ് കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ ഇതൊക്കെയാണല്ലോ നമ്മളുടെ സന്തോഷം. അപ്പോൾ വ്ളോഗ് ചെയ്യാണ് നമുക്കിത് ജീവിതം, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കുന്നതും പിടിക്കുന്നതൊക്കെ എടുത്ത് അങ്ങനെ സത്യം പറഞ്ഞാൽ കുറച്ച് വൈകി എന്നുള്ളതാണ് സത്യം കേട്ടോ.
ഒരു പ്ലേറ്റ് നിറച്ച സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് പൊറാട്ടയും പിന്നെ കറികളും സാലഡുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. വിശന്നിട്ട് വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളിയായിരുന്നു. അപ്പം നമുക്കിത് പോയിട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഫുള്ള് ഒരു ഗ്ലാസ് വിൻഡോസ് ആയതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ പ്രകൃതി പിടിച്ച് ഞാൻ മാത്രമാണ് വ്ളോഗ് ചെയ്യണത് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ അതാണ് സംഭവം. ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് എപ്പോഴും ഭയങ്കര അടിപൊളിയാണ്. ഗൂഗിളിൻ്റെ ഫുഡ് നമുക്ക് യൂട്യൂബിൽ മറ്റൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും അടിപൊളിയായിരിക്കും. സോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ യൂട്യൂബിൻ്റെ സപ്പോർട്ട് ടീം മറ്റും ടെക്നിക്കൽ ടീമൊക്കെ ആയിട്ട് നമ്മൾ കോൺവെർസേഷൻ ചെയ്തുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നല്ല രസമായിരുന്നു. എല്ലാവരും വന്ന് സംസാരിക്കായിരുന്നു. അവരും ആദ്യമായിട്ടാണ് ക്രിയേറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇങ്ങനെ ഡിസ്കഷൻ പോലെ അവരും ആദ്യമായിട്ടാണ് ക്രിയേറ്റേഴ്സിനെ കാണുന്നത്. നമ്മളും ആദ്യമായിട്ടാണ് സപ്പോർട്ട് ടീമിനെയും ടെക്നിക്കൽ ടീമിനെയും കാണുന്നത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഡെസേർട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മി അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റിംഗ് കണ്ടിട്ട് എൻ്റെ സ്റ്റുഡിയോയും കൂടെ ബാച്ചിലൊന്നും ഞാൻ ആലോചിക്കണം എന്തൊരു ഭംഗി നോക്കി കാണാൻ വേണ്ടിയിട്ട്. മൊത്തം അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 1:30 ആകുമ്പോഴത്തേക്കും അടുത്ത സെഷൻ തുടങ്ങും. റിയലി ഗുഡ്. നല്ല രസമുണ്ട് സത്യം പറഞ്ഞെങ്കിൽ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എന്തോ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം തോന്നാണ്. ബിക്കോസ് എൻ്റെ എപ്പോഴുമുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു, ഞാൻ ബാംഗ്ലൂരാണ്, എനിക്കൊന്നിനും വരാൻ പറ്റത്തില്ല, എനിക്കൊന്നിനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലത്തൊരു വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു വളരെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പാനൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ പോലെ സംഭവത്തിന് ഒരു പാട്ടാവാൻ വേണ്ടി പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വെർച്വലി ജോയിൻ ചെയ്തത് മീത്ത് മീരിയൽ മീത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു. സോ ഗുഡ് ആക്ച്വലി. ഐ ഫീൽ സോ ഗുഡ്. ഞാൻ എത്ര നാളെയോ നാട്ടിലില്ലല്ലോ എന്നുകൊണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂർ മാത്രം സ്റ്റക്കായി പോലെ വിഷമത്തിലായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടണേ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഭയങ്കര സന്തോഷം കണ്ടൊക്കെ നിറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീണ്ടും പിന്നെ എല്ലാവരും വന്ന് സംസാരിക്കും, നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കും. അതാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. ക്രിയേറ്റേഴ്സിൻ്റെ എന്ന് കുറേ ഐഡിയ അവർക്ക് കിട്ടുമല്ലോ, നമ്മൾ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് സംസാരിക്കുന്നത് സോ ഗുഡ്. ഭയങ്കര ഒരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ ഫീലിംഗ് ആണ്. ബിക്കോസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 2 ക്രിയേറ്റേഴ്സ് അല്ല ഇവിടെ ഇപ്പോൾ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഫീലിംഗ് തോന്നുന്നു കേട്ടോ. സോ അടിപൊളിയായിട്ടാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഗുഡ്. ഞങ്ങളിവിടെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത സെഷന് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിവിടുത്തെ ഗൂഗിൾ ടീമിലെ ഒരു സ്റ്റാഫ് ഉണ്ട്, മീൻസ് എംപ്ലോയി ആണ് തേജു. പുള്ളിക്കാതെ നമുക്ക് അടുത്ത സെഷനിലേക്കുള്ള പരിപാടി നമുക്ക് ബ്രീഫ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അപ്പം എന്ത് രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരാം കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഹായ്. How was it discussion? It was good. It was good, no? Yeah, I'm excited. We learned a lot. Yeah, exactly. Know each other, more creators, Very so many true. things. ഇങ്ങനെ ഭയങ്കര വലിയ ടീമാണ്. 2 years he is going to hit 10 million. Like huge creator he is. Very tall creator also. Yeah, very tall. Yeah, ഇതാണ് കേട്ടോ ഇവരുടെ ഡിസ്കഷൻ റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ വി ആർ ഗോയിങ് ടു ഹാവ് കോഫി. ഇവിടെ നിന്ന് നമ്മൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എനിക്ക് കുറച്ച് തലവേദന എടുക്കേണ്ടത് നമുക്ക് 1:30 ആയിട്ടുള്ളൂ. നമ്മുടെ സെഷൻ ഇനി 2:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ടൈമിൽ നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തലവേദന എടുക്കുന്നുണ്ടോന്നൊരു സംശയം. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് അടുത്ത സെഷനിലേക്ക് കയറാം. അത് കുറച്ചധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സെഷൻസ് ആണ്. ഞാനും ലേക്കും മാത്രമേ ഉള്ളൂ ക്രിയേറ്റേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. വെർച്വലി വേറെ ആരും ജോയിൻ ചെയ്യുന്നില്ല. ബാക്കി ഇവിടുത്തെ മാർക്കറ്റിംഗ് ടീമാണ് കേട്ടോ. യൂട്യൂബിൻ്റെ മാർക്കറ്റിംഗ് ടീമും അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ ജോയിൻ ചെയ്യണത്. സോ അത് ഇൻറ്റിമേറ്റ് ആയിരിക്കും. എക്സൈറ്റഡ് ആണ്, നെർവസും ആണ്. നമ്മളിവിടെ വന്നേക്കുന്നത് ഗൂഗിളിൻ്റെ അവരുടെ മെയിൻ പാൻട്രിയിലാണ് കേട്ടോ. സോ നമുക്കിവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. ഞങ്ങൾ കോഫി, ഞാൻ ടീനാണ് വന്നത്, പക്ഷേ ഈ ഐസ്ഡ് ലാറ്റെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സ് മാറി. സോ ഇവിടെ ഓർഡർ ചെയ്താൽ മതി, നമുക്ക് എല്ലാ സാധനവും ഇവിടെ എത്തും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. സോ ഞാനങ്ങനെ ഓഫീസിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഓഫീസുകളിലൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നു. ഞാൻ പണ്ടെങ്ങാണ്ടും ഒരു ചെറിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതല്ലാണ്ട് എനിക്ക് അവിടെ ഇങ്ങനത്തെ വലിയ എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ദിസ് ഇസ് സോ ഗുഡ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Teju, say hi to my vlog. They both are discussing for the next session. Next sessionലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Teju is preparing, as for the next session.
You are giving some idea about the next session. Yeah. My name is not Teju. Oh my. Prerna. Oh sorry. The other one is no Teju. Oh God. I'm so sorry. I thought her name is Teju. No, I got confused. Prerna ma'am, Teju ma'am. Yes. Yeah, I'm so sorry. This is Prerna, by the way. ഞാൻ തെറ്റിപ്പോയി പറഞ്ഞത്. I'm so sorry. ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്കും തേജു ആൻഡ് പ്രേരണയാണ് ആദ്യം പരിചയപ്പെട്ടത്. പക്ഷെ രജിസ്റ്റർ ആയി പോയത് തേജുവിന്റെ പേരാണ്, ഇത് പ്രേരണയാണ്. അപ്പോൾ നമ്മൾ കോഫി കുടിച്ചിട്ട് ഒരു 2:30 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ കയറും കേട്ടോ. ഇതാണ് ലേക്കിന്റെ ഹെൽമെറ്റിനകത്ത് കണ്ടോ. ലേക്കി അപ്ലോഡ്സ് 3 shots a day. And every Sunday he'll go live. Oh my God, it's so inspiring. You should do live news. Yeah, I should do live. Like the interact with your audience will be much better. Very true. If your channel is related to beauty products, some girls have any doubt, personal doubt, like, they can ask them. Yes. I think I should go live every week. My partner manager, he used to say, you have to go live, Aishwarya, every week at least. But I used to do, but then I lost the touch going live. അപ്പോൾ ചൂട് ചായ കുടിക്കാൻ വേണ്ടി വന്ന ഞാൻ ഒരു ആവശ്യമില്ലാണ്ട് ആ മഴയത്തും തണുപ്പത്തും ഒരു ഐസ്ഡ് ലാറ്റയാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് തൊണ്ടവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരാൻ വേണ്ടി പോകുന്ന സെഷനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എന്തൊക്കെ തരത്തിലുള്ള ആൻസേഴ്സ് ചെയ്യാം എന്നുള്ളൊരു ഡിസ്കഷനായിരുന്നു. അതിനുശേഷം നമ്മളുടെ പ്രേരണ പറഞ്ഞു, നമ്മൾ ഇവിടെ വന്ന് ഗൂഗിൾ ഓഫീസിൽ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, ഗൂഗിൾ ഓഫീസ് ചുറ്റി കാണിക്കാം എന്ന് പറഞ്ഞു. പിന്നെ 2 ക്രിയേറ്റേഴ്സും കൂടി നമ്മൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഡെഫിനറ്റ്ലി വീഡിയോ എടുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുക തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ക്യാമറയാണോ നല്ലത്, ഫോണാണോ നല്ലത് എന്നുള്ള ഡിസ്കഷനും അതിൻ്റെ കമ്പാരിസണൊക്കെ ആയിരുന്നു നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഓഫീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമാണ് കാണാൻ വേണ്ടി. മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഓഫീസിലൊന്നും ഞാൻ ആദ്യം നാളെ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആവുന്നത്. മേ ബി Something different, ma'am, not the same one. Ma'am captured. Ma'am caught on camera. I don't mind. We take our stuff and go. I want to see the video, but I'm like, I want to go right in the video. But we got that as fun. Oh my God, that was really nice. ഞങ്ങളിവിടെ താഴത്ത് ഗൂഗിൾ ഓഫീസിന് എൻട്രൻസിൽ പോയിട്ട് ലോഗോ, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കുന്നത് നല്ല രസമായിരുന്നു. അപ്പോൾ ഇനി നമ്മളുടെ നെക്സ്റ്റ് പരിപാടിയോട് 10 minutes സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ ക്യാപ്ചറിൽ വെച്ചിരിക്കുന്നു. സെക്കൻഡ് ടൈം. ദിസ് ഓഫീസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ ബാഗ് ഇവിടെ കാഫറ്റീരിയയിൽ വെച്ചിട്ടാണ് പോയത്. അതെടുത്തിട്ട് നമ്മളിനി സെക്കൻഡ് പരിപാടിയിലേക്ക് കയറാൻ പോകണം. What are you doing, by the way? Painting, huh? He's enjoying his leisure time. ഇപ്പോൾ നമ്മൾ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സെഷനിലേക്ക് കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. നോക്കാം. ഹായ് എവ്രിബഡി. ഇപ്പോൾ നമ്മളുടെ 2 ഡിസ്കഷൻസും മീറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നല്ലായിരുന്നു. സെക്കൻഡ് സെഷൻ ഭയങ്കര ചെറിയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാനും ലേക്കിയും പിന്നെ ഇവിടുത്തെ ടീമിലെ ആൾക്കാരും പിന്നെ കുറച്ച് വേറെ ഓഫീസിലെ ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ക്രിയേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു, ഇൻ്ററാക്റ്റീവ് സെഷനായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതിനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൂഗിൾ ഓഫീസിൽ ജോയിൻ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും കിട്ടത്തില്ല എന്നെനിക്കറിയാം. കാരണം അണ്ടൻ്റെ വടകണ്ണു കയറുന്നിറങ്ങാൻ പറ്റിയ സ്ഥലമല്ല ഗൂഗിൾ ഓഫീസിന് എനിക്കറിയാം. അങ്ങനെയല്ല, ഞാൻ അണ്ടനെ വടകണ്ണെന്നല്ല പറഞ്ഞത്, ഞാൻ യൂഷ്വലി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കാഷ്വലി പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ സ്വീറ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഇവിടെ ഡ്രോപ്പ് ഓഫ് ആക്കി. ഞാൻ കിരണിന് വേണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കിരൺ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. സോ കിരൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ലേക്ക് ഓൾറെഡി പോയി. ലേക്ക് ഇവിടെ വണ്ടർലാൻഡ് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു 40 kilometers എൻ്റെ പുള്ളി വണ്ടി ഓടിച്ച് പോലും ഭയങ്കര ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ബിക്കോസ് ഇത്രയും വലിയൊരു ക്രിയേറ്ററാണ്. എന്തൊരു ഹമ്പിൾ, എന്തൊരു സ്വീറ്റാണെന്ന് അറിയാം. അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് വാസ് അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, I got lot of insights, motivation, everything. So good. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പോൾ ഞാനിവിടെ വെറുതെ ഓഫീസിൽ നിന്ന് വെയിറ്റ് ചെയ്യാണ്. കിരൺ വരും, എന്നിട്ട് നമ്മൾ വണ്ടി കയറി പോകും. അപ്പോൾ ഞാനിവിടെ ബ്രീഫ് ചെയ്ത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാനപ്പോൾ പറയാവേ. യെസ്, അങ്ങനെ ഒരു 1/2 an hour അല്ലേടാ, മോർ ദാൻ 1/2 an hour എടുത്തു അല്ലേ?
ചെയ്യാൻ വേണ്ടിട്ട്. അതിന് 1 മണിക്കൂർ തന്നെ 3 മണിക്ക് അവിടെ കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ച് പറഞ്ഞാണ് വേഗം എന്നുള്ളത്. ഭയങ്കര ട്രാഫിക്കാണ് ഇന്ന്, കുറച്ചധികം ട്രാഫിക് ഉള്ള ദിവസമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കണ്ണപ്പൻ്റെ ഒരു കഷ്ടപ്പെട്ട് ട്രാഫിക്കിലൊക്കെ കിടന്ന് ഓടി വന്നിട്ട് എന്നെ പിക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണപ്പൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് കണ്ണപ്പ സണി അപ്പൊ അങ്ങനെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ക്യാമറയുടെ ബാറ്ററി ഓൾമോസ്റ്റ് സ്ഥിരമായി. അപ്പൊ അത് ഓഫ് ആയി പോണേ മുന്നേ നമ്മുടെ കഥയുടെ ഫ്ലോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിയതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ യൂട്യൂബിന്റെ ക്രിയേറ്റർ മീറ്റിനും വർക്ക്ഷോപ്പിനും ഒക്കെ നമ്മൾ പോവാറുണ്ടെങ്കിലും ഇത് എനിക്ക് ഒരു പറയുകയാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അങ്ങനത്തെ സംഭവമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. ഭയങ്കര ഹാപ്പി ആയി മോള് ഹാപ്പി ആയി. നീ ഹാപ്പി ആയോ? ഹാപ്പി അല്ലേ മോനെ? അല്ലേടാ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ ഇങ്ങനെ അതുല്യ മാത്രം കാണിക്കാമല്ലോ. അതുല്യ ഷോർട്സ് പാർട്ട്നർ മാനേജറാണ് അതുല്യ. പക്ഷെ അതുൽ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് പ്രോപ്പർലി സംസാരിക്കാൻ വേണ്ടി പോലും പറ്റിയില്ല. അതുലിന്റെ ടീമിലുള്ള ബാക്കിയുള്ള ആൾക്കാരാണ് നമ്മളെ ബാക്കിയുള്ള കാര്യത്തിന് ഒക്കെ നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുൽ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര അടിപൊളി, നന്നായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസൈറ്റ്ഫുൾ കാര്യങ്ങളൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ നമ്മുടെ ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് എടുക്കുന്ന ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ സജഷൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഓരോ ടീം, ഇപ്പൊ നമ്മുടെ മാർക്കറ്റിംഗ് ടീം അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ടീം, അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളുടെ സൈഡിൽ നിന്നുള്ള ടെക്നിക്കൽ സപ്പോർട്ട് എന്താണ്, സപ്പോർട്ട് ടീമിന് അവരെന്തൊക്കെ നന്നാക്കണം, അതായത് ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള സജഷൻസ് എടുക്കലുമായിരുന്നു വൺ ഓഫ് ദി മെയിൻ അജണ്ട. അപ്പോ ഞാൻ പറഞ്ഞില്ല, വേറെയും ഇന്ത്യയിലുള്ള വേറെ 7 ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരും നല്ലോണം ഐഡിയാസ് പുട്ട് ഫോർവേഡ് ചെയ്തു, നമ്മളും കൊടുത്തു. ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പൊ അവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി. ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്ലിയർ ചെയ്ത് കിട്ടുന്നത്, നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, അതെങ്ങനെ അവർക്ക് റെക്ടിഫൈ ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. AI വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെയല്ലേ ചാറ്റ് സപ്പോർട്ടിലും കുറച്ചും കൂടി സേഫ് ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ക്രിയേറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് AI വന്നു കഴിഞ്ഞാൽ അതിന്റെ രീതിക്ക് എങ്ങനെ ഗുണം ഉണ്ടാകും, അതിനെ നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി സ്വീകരിക്കുമോ, ഇതൊക്കെയായിരുന്നു അവർക്ക് അറിയേണ്ടത്. നല്ല രസമുള്ള ഇന്റർവ്യൂ ഡിസ്കഷൻ ആയിരുന്നു. ബിക്കോസ് ഒത്തിരി ആൾക്കാരില്ലല്ലോ. അപ്പൊ നമ്മളൊരു ഗൂഗിളിന്റെ യൂട്യൂബിന്റെയും ടീമും പുറത്തുനിന്നുള്ള ടീമും പിന്നെ നമ്മൾ കുറച്ച് ക്രിയേറ്റേഴ്സും ആയതുകൊണ്ട് നമുക്കും ഐഡിയാസ് കൊടുക്കാനും പറയാനും പറ്റി എന്നൊക്കെ പറയൂലേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. സോ ഗുഡ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ മീറ്റിംഗ്സ് ലൈക്ക് ദിസ്. വിളിക്കുമായിരിക്കുമല്ലോ ഏട്ടാ? അതെ. ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ്. എന്തുവാ ഭയങ്കര ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ റോഡൊക്കെ ഭയങ്കര കച്ചറയാ, പിന്നെ ഭയങ്കര ട്രാഫിക്കാണ്. കച്ചറേനേക്കാളും ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ നമ്മളിപ്പോ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഹായ് എവ്രിബഡി. പക്ഷെ ഇതൊക്കെ കൊണ്ടുപോകണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് കേട്ടോ വണ്ടിയില്. അയ്യോ, ഐ മീൻ നമ്മുടെ കാറിൽ രാവിലെ പോവാണെങ്കിൽ ഇതൊക്കെ കൊണ്ട് പച്ചപ്പരിഷ്കാരിയായിട്ട് പോകണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. ഓട്ടെ, ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി, ഞാൻ ഡ്രസ്സ് മാറ്റി ഞങ്ങൾ 2 മണി ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഇവിടെ നമുക്കൊരു ഇറാനി ചായ കടയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറാനി ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഞാൻ ഡ്രസ്സ് മാറി, ഇതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഒരു സ്വെറ്റ് ഷർട്ടും ഒരു പലാസോ പാൻസും ആയിട്ടൊന്നും മാറിയിട്ടില്ല. ടയേർഡായിട്ട് എനിക്ക് തലവേദന എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. നമ്മൾ ആക്ച്വലി ചായ കുടിക്കാം എന്നുള്ള ഒരു പ്ലാനിൽ, ഇറാനി ചായ കുടിക്കാം എന്നുള്ള പ്ലാനിലൊക്കെ വന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ പ്ലാൻ മാറ്റി. ബിക്കോസ് കിരണ് വിശക്കുന്നു, കിരണ് വട വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അപ്പത്തിന് കൈയടിച്ച് പാസ്സാക്കും എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കൈയടിച്ച് അങ്ങോട്ട് പാസ്സാക്കിയതുകൊണ്ട് ചായയും വടയുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. യമി ക്രിസ്പി യെസ് ക്രിസ്പി വടയാണ്. നല്ല ചൂടുള്ള ക്രിസ്പി. അതെന്താ മാംഗ്ലൂർ ബൺ. ഓക്കെ. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ബ്രൗൺ കളർ ആയതുകൊണ്ട് ഞാൻ വടയാണെന്ന് വിചാരിച്ചത്. എൻ്റെ വട ഇവിടെ ഇരിപ്പുണ്ട്. ഏട്ടപ്പൻ്റെ ബാംഗ്ലൂർ ബണ്ണുണ്ട്. ഇവിടെ ചായ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കൂടാ, എനിക്കും ചായ മിക്സ് ചെയ്താ കണ്ടോ. നല്ല ചേട്ടനാണ്, നല്ല ചേട്ടൻ. നല്ല കണ്ടപ്പന ചായയൊക്കെ മിക്സ് ചെയ്ത് തരും പറഞ്ഞാൽ. നമ്മളിവിടെ നിന്ന് ചായ കുടിച്ച് വടയും തിന്ന് ഇറങ്ങിയേട്ടാ. അപ്പം എന്താ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവാണ്. ബിക്കോസ് ഞാൻ അവിടെ നിന്ന് ആക്രാന്തം മൂത്ത് ഐസ് ലാറ്റ് കണ്ട് വേഗം ഐസ് ലാറ്റ് എടുത്ത് കുടിച്ചിട്ട് ഇപ്പോൾ തൊണ്ട അനക്കാൻ വയ്യ, ഒന്നും വിഴുങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തെങ്കിലും
സ്ട്രെപ്സിൽസോ മരുന്നോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഞാൻ സൈഡിലിരുന്നോട്ടെ ഏട്ടാ. ആണോ വേണ്ട, മറ്റേത് വാങ്ങിച്ചു വെച്ചേക്കാം. ഞാൻ സൈഡിലിരുന്നോട്ടെ. ഞാൻ ഇട്ട പാൻറ് വന്നിട്ട് മറ്റേ റാപ്പ് പാൻ്റാണ്. അതുകൊണ്ടുതന്നെ രണ്ട് അപ്പുറത്തും കാലിട്ടിരിക്കുമ്പോഴത്തേക്കും ഫുള്ള് ഓപ്പൺ ആയിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നില്ല, ഞാൻ സൈഡ് ഇരിക്കാന്ന് വിചാരിച്ചു. മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവുകയാണ് കുട്ടികളെ. നമ്മൾ തൊണ്ടവേദനയുടെ മരുന്ന് ഒക്കെ കഴിച്ച് വീട്ടിലെത്തി. ഹായ് പറയൂ എവരിബഡി പറയൂ. നീ ബാംഗ്ലൂരാണോ? ഷിഗാണാമിനെ മിസ് ചെയ്തോടാ? ആ ഇല്ല മിസ് ചെയ്തില്ലെന്ന് കേട്ടാ. നന്നായി മിസ് ചെയ്യാത്തത്. അപ്പൊ ഞങ്ങള് വടയും ചായ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തിയേക്കാണ്. അപ്പൊ എനിക്ക് മേക്കപ്പ് കളഞ്ഞിട്ട് എന്റെ തിൻ ഐബ്രോസ് കണ്ടിട്ട് എന്റെ മുഖത്തോട്ട് എനിക്ക് തന്നെ നോക്കാൻ പറ്റണില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ ഇങ്ങനെ സംസാരിക്കാം വരുന്നത്. ഞാനിപ്പോ എന്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ബിക്കോസ് എനിക്ക് നല്ല തൊണ്ടവേദന, കോൾഡ് വരാൻ വേണ്ടി പോകേണ്ട, തലയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ അവിടെ നിന്ന് കോഫി ഐസ് ലാറ്റെ കഴിച്ചതിൽ പറ്റിപ്പോയതാണെന്നാണ് നിന്റെ വിശ്വാസം വരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു ശക്തി ഇല്ലായ്മയാണ്. അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് ഞാൻ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊള്ളാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്തൊക്കെ പറയാൻ കിട്ടണില്ല, എന്തൊക്കെയോ പറയാവുന്നതാ. ഓക്കെ ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി വൈൻഡപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുക്കണം. എനിക്ക് ആകെ ഒരു തലയ്ക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട്, ആകെ തൊണ്ടവേദന, ആകെ ഒരു സുഖമില്ലായ്മ. റെസ്റ്റ് എടുക്കട്ടെ. ചേച്ചി ടേക്ക് കെയർ.